90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. ഇന്ന് ജനുവരി 25. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാളെ ജനുവരി 26 റിപ്പബ്ലിക് ദിനമാണ്. മലയാള മാസം മകരം 12 ഇനി കുറച്ച് പ്രേക്ഷകർ പറയുന്നുണ്ട് മലയാളം പറയുന്നില്ല, സ്മിതയൊക്കെ മലയാളം പറയുന്നു എന്ന് പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ആരംഭിക്കുന്നു ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു തിങ്കളാഴ്ചയിലെ വാർത്താ പ്രഭാതമാണ് ഞാൻ ആശംസിക്കുന്ന. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല രാജ്യങ്ങളിലും ഇരുന്ന് ഈ 3 മണിക്കൂർ ദൈർഘ്യത്തിൽ പോകുന്ന മോർണിംഗ് ഷോ കാണാൻ താല്പര്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഒന്നിച്ചൊരു യാത്ര പോകുന്നു. 7 മണി മുതൽ 10 മണി വരെ നീണ്ടു നിൽക്കുന്ന ഈ മോർണിംഗ് ഷോ ഒരുപാട് വാർത്തകൾ ഉൾപ്പെടുന്നു. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുള്ള വാർത്തകൾ, അതുപോലെ പ്രാദേശിക തലത്തിലുള്ള വാർത്തകളും, അതുകൂടാതെ യൂട്യൂബ് വഴി നിങ്ങൾ അയക്കുന്ന സന്ദേശങ്ങളും ഞാൻ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ നമുക്ക് ഒന്നിച്ചൊരു യാത്ര. നിങ്ങളെല്ലാവരും അതിരാവിലെ ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് ഉണർന്നു എന്ന് വിശ്വസിക്കുന്നു. ഞായറാഴ്ചയുടെ ആലസ്യമൊക്കെ വിട്ട് തിങ്കളാഴ്ചയിലേക്ക് കാലെടുത്ത് വയ്ക്കും. എല്ലാവരും ഊർജ്ജസ്വലരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് തുടങ്ങാം. എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ? സോളാർ പീഡന കേസിലെ CBI അന്വേഷണം രാഷ്ട്രീയമായി പ്രതിരോധിക്കുവാൻ തയ്യാറെടുക്കുകയാണ് UDF. ഉമ്മൻചാണ്ടി വേട്ടയാടുന്നുവെന്ന് കോൺഗ്രസ് നേതൃത്വം പരാതിപ്പെടുന്നു. ശക്തമായ പ്രചാരണം ആയുധമാക്കുമെന്ന് LDFിൻ്റെ മുന്നറിയിപ്പ്. മറ്റൊരു വാർത്തയിലേക്ക്, ലൈവ് മിഷൻ ക്രമക്കേടിൽ അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ കേരളം സമർപ്പിച്ച ഹർജി ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക്. CBI അന്വേഷണം റദ്ദ് ചെയ്യണമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, NCPയിൽ തർക്കങ്ങൾ രൂക്ഷമായിരിക്കെ മാണി സി കാപ്പൻ ഇന്ന് ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി മുംബൈയിൽ കൂടിക്കാഴ്ച നടത്തും. മുന്നണി മാറ്റം വേണമെന്ന ആവശ്യവും അദ്ദേഹം ഉന്നയിക്കും. അതുപോലെ നാളെ റിപ്പബ്ലിക് ദിനത്തിലെ ട്രാക്ടർ റാലിക്കുള്ള തയ്യാറെടുപ്പുകളുമായി കർഷക സംഘടനകൾ മുന്നോട്ട് പോകുന്നു. റാലിക്ക് നേരെ ആക്രമണം ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. ഡൽഹിയിലും അതിർത്തി മേഖലകളിലും അതുകൊണ്ട് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ, സ്വർണ്ണക്കടത്ത് കേസിൽ M. ശിവശങ്കറിൻ്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ വരുന്നു. സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ടെന്ന് M. ശിവശങ്കർ. സ്വപ്നയുടെയും സരിത്തിൻ്റെയും രഹസ്യമൊഴി ലഭിക്കണമെന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. ഇനി പ്രാദേശിക വാർത്തകളുണ്ട്, അതൊക്കെ പോകെ നമ്മൾ ഉൾപ്പെടുത്തും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എവിടെയും ജാതിയും മതവും പറയുന്നു എന്നുള്ളതാണ്. ഈ അടുത്തിടയ്ക്കൊരു വളരെ സ്വകാര്യമായി ഞാൻ അറിഞ്ഞ ഒരു കാര്യം, കേരളത്തിലെ എയ്ഡഡ് കോളേജിലേക്ക് നടന്നൊരു പ്രവേശനത്തിൽ ഒരു പ്രത്യേക സമുദായത്തിനെ ഒഴിവാക്കണം എന്ന് തന്നെ അതിൻ്റെ ഒരാൾ നേതൃത്വതലത്തിൽ പറഞ്ഞു എന്നാണ് പറയുന്നത്. കാരണം അത്ര ജാതി ചിന്ത ഇങ്ങനെയുള്ള ആളുകളുടെ മനസ്സിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്. അതേസമയം നമ്മൾ പറയാൻ പോകുന്ന സൗഹാർദ്ദത്തിൻ്റെ ഉത്തമ മാതൃകയാണ്. അങ്ങനെ ഒരു പുത്തൻ മാതൃക തീർക്കുന്നു കാസർകോട്ടെ കുണിയ എന്ന നാട്. ഈ പ്രദേശത്തെ ക്ഷേത്രത്തിലേക്കും പള്ളിയിലേക്കും ഒരേ കവാടത്തിലൂടെ സ്വാഗതമാകുന്നു കുണിയയിലെ മനുഷ്യസ്നേഹികൾ. ഒരുമയുടെ പ്രതീകമാണ് ഇന്ന് ഈ കവാടം, സെക്കുലറിസത്തിൻ്റെ ഗേറ്റ്. കുണിയ ബിലാൽ മസ്ജിദും ആയമ്പാറ മഹാവിഷ്ണു ക്ഷേത്രവും ഒരേ വഴിയിലാണ്. ദേശീയപാതയിൽ നിന്നും ഈ 2 ആരാധനാലയങ്ങളിലേക്കും നേരിട്ടുള്ള മാർഗം ഒന്നു മാത്രം. ക്ഷേത്രത്തിനും പള്ളിക്കും കവാടം വേണം. അതിനവർ മനസ്സുകൊണ്ട് ഒന്നിച്ച് കവാടം പങ്കുവച്ചു. ഒരു വശത്ത് ക്ഷേത്രമാതൃകയും മറുവശത്ത് മിനാരവും പണിത് മതമൈത്രിയുടെ കാഴ്ചയായി മാറുകയാണ് ഇന്ന് ഈ കവാടം. മതസൗഹാർദ്ദത്തിന് ഈ നാട്ടിലുണ്ടാകുന്ന ഇപ്പോഴത്തെ സ്പർദ്ധയുടെ നോക്കി ചെന്നാൽ എവിടെയും കുഴപ്പമാണ്. അപ്പം ആ അവസ്ഥയിൽ നമുക്ക് ഈ നാടിൻ്റെ സൗഹൃദം ഞങ്ങൾ സൂക്ഷിക്കുന്നു എന്നതിനേക്കാൾ അടയാളം കൂടിയാണ്. 20 വർഷം മുൻപ് ഇതേ സ്ഥലത്ത് പള്ളിക്കമ്മിറ്റി ഒരു കവാടം പണിതപ്പോഴും നാടിൻ്റെ ഐക്യം അവർ മറന്നിരുന്നില്ല. കാലപ്പഴക്കം കാരണമാണ് പുതിയ കമാനമെന്ന ആശയമുയർന്നത്. സ്ഥലമുടമയെയും പള്ളിക്കമ്മിറ്റിയെയും ക്ഷേത്ര ഭാരവാഹികൾ കണ്ട് കാര്യമറിയിച്ചതോടെ കുണിയയിൽ ഒരുമയുടെ കവാടമുയർന്നു. ഈ കുണിയ ആയമ്പാറ പ്രദേശത്തുള്ള മുസ്ലിം ഹിന്ദു സഹോദരങ്ങളുടെ കാലങ്ങൾ പഴക്കമുള്ള ഒരു സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു അടയാളമായിട്ടാണ് ഈ കമാനം നിർമ്മിക്കാനുള്ള ഒരു കാരണം. മതം പറഞ്ഞും വിശ്വാസത്തെ ചൊല്ലിയും തമ്മിലടിക്കുന്ന ഈ കാലത്ത്
ഇവിടെ ഒരു സെക്കുലർ പാത തുടങ്ങുകയാണ്. മതങ്ങൾ പങ്കുവെക്കാത്ത മനുഷ്യന്റെ സ്നേഹത്തിന്റെ പ്രതീകമായി സെക്കുലർ കവാടം ഈ നാടിനെ അടയാളപ്പെടുത്തുകയാണ്. രഞ്ജിത്ത് മന്നിപ്പാടിക്കൊപ്പം ആനന്ദ് കുട്ടില, 24 കാസർഗോഡ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നാളെ റിപ്പബ്ലിക് ദിനമാണ്. നിങ്ങൾക്കറിയാം, ഇന്ത്യ ഒരു ഹെറിഡിറ്ററി സ്റ്റേറ്റ് അല്ലാതായി മാറിയ ഔപചാരികമായ നാമമാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിപ്പബ്ലിക് ദിനം എന്ന് പറയുന്നതിൽ ആ ദിനത്തിൽ ലോകം മുഴുവൻ ഇന്ത്യയിലേക്ക് ശ്രദ്ധ തിരിക്കാറുണ്ട്. ഇന്ത്യ ഒരു പവർഫുൾ നേഷൻ എന്ന് മറ്റുള്ള രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ കിട്ടുന്ന അവസരം കൂടിയാണ്. ലോകശക്തികളിൽ ഒരാൾ തന്നെയാണ് ഇന്ത്യ എന്ന് നമ്മൾ അറിയപ്പെടുന്നു. ഈ റിപ്പബ്ലിക് ദിനത്തിൽ നാളെ ഡൽഹിയിൽ അരങ്ങേറുന്ന ഏറ്റവും വലിയ പ്രത്യേകത ട്രാക്ടർ റാലി തന്നെയായിരിക്കും. ഒരുപക്ഷെ ലോകത്തിൻ്റെ ശ്രദ്ധ ഈ കർഷകർ നടത്തുന്ന പ്രക്ഷോഭത്തിലേക്ക് പോകും എന്ന് ഏതാണ്ട് ഉറപ്പാണ്. ഡൽഹി അതിർത്തിയിലെ കർഷക സമരം ഇന്നും തുടരുകയാണ് എന്ന് നിങ്ങൾക്കറിയാം. രാജ്യതലസ്ഥാനത്ത് ട്രാക്ടർ റാലി ചരിത്ര സംഭവമാകും. ഈ ട്രാക്ടർ റാലി നടക്കുന്ന സ്ഥലത്ത് നിന്ന് ആർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ്. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. രാധാകൃഷ്ണൻ, എന്തൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന്, പ്രത്യേകിച്ച് നാളെ പ്രഭാതത്തിൽ ഡൽഹിയും ഇന്ത്യയും ഒരു വലിയ ട്രാക്ടർ റാലിക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. അപ്പോൾ എത്ര ട്രാക്ടർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്? എന്തെല്ലാം സുരക്ഷാ കവചത്തിൻ്റെ അകത്തായിരിക്കും ഈ ട്രാക്ടറുകൾ ഈ പ്രതിഷേധം നടത്തുക? SKN, ഡൽഹിയിൽ നാളെ ഈ ട്രാക്ടർ റാലി നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് എല്ലാ വിധത്തിലും കർഷകർ പൂർത്തിയാക്കി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പോലീസ് ഈ ട്രാക്ടർ റാലിക്കുള്ള അനുമതി നൽകിയിരുന്നു. ഒരുപക്ഷെ ഈ ചമ്പാരൻ സമരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏടായി മാറിയ ചമ്പാരൻ സമരത്തിന് ശേഷം ഇത്ര വലിയൊരു കർഷക കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു പ്രതിഷേധം രാജ്യത്ത് അരങ്ങേറുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറും എന്നതാണ് നാളത്തെ വലിയ പ്രത്യേകത. ഏതാണ്ട് 2 ലക്ഷത്തോളം ട്രാക്ടറുകൾ അണിനിരത്തിക്കൊണ്ടായിരിക്കും ഡൽഹിയിൽ ഈ കർഷകർ ട്രാക്ടർ റാലി നടത്തുക എന്നാണ് പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന ചടങ്ങുകൾ ഇത്തവണ അത് വെട്ടിച്ചുരുക്കിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിലുള്ള രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ കുറച്ചാണ് റിപ്പബ്ലിക് ദിന പരേഡ് പോലും ഉള്ളത്. പക്ഷേ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് തങ്ങൾക്ക് കൂടുതൽ തങ്ങളുടെ കർഷകരുടെ കൂടുതൽ ശക്തി എന്താണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ട്രാക്ടറുകൾ എത്തിച്ചുകൊണ്ട് ഡൽഹിയിൽ പ്രകടനം നടത്തുക എന്നുള്ളതാണ് കർഷകരുടെ തീരുമാനം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയുടെ അതിർത്തിയായിട്ടുള്ള ഗാസിപൂരിലാണ്. ഗാസിപൂരിൽ ഇതിനകം തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള 10,000-കണക്കിന് ട്രാക്ടറുകൾ കൊണ്ട് കിലോമീറ്ററുകളോളം ദൂരം നിറഞ്ഞു കഴിഞ്ഞു. കർഷകർ 100-കണക്കിന് കർഷകർ ഇപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഡൽഹിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ രാജ്യത്തെ സംബന്ധിച്ചോ സമീപകാലത്ത് കണ്ട് പരിചയിച്ച സമരശീലങ്ങളിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു സമരമായിരിക്കും കർഷകർ വരുന്നത്. ഇവിടെ രാഷ്ട്രീയം എന്നത് വലിയ പ്രാധാന്യമുള്ള ഒരു വിഷയമേ അല്ല. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഒരൊറ്റ താല്പര്യമേ ഉള്ളൂ, അത് കർഷക താല്പര്യമാണ്. മണ്ണിന് വേണ്ടിയാണ് തങ്ങൾ പോരാടുന്നതെന്നാണ് ഈ കർഷകർ പറയുന്നത്. അങ്ങനെ സമരത്തിന് വേണ്ടിയിട്ട് ഈ ട്രാക്ടർ റാലിക്ക് വേണ്ടിയിട്ട് ഏറെ വിപുലമായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇവർ നടത്തി വരുന്നത്. നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള ട്രാക്ടറുകൾ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്ന കാഴ്ച കിലോമീറ്ററുകളോളം ദൂരത്തിൽ കാണാൻ സാധിക്കുന്നു. എല്ലാവരുടെയും മുഖത്ത് ഒരു നിശ്ചയദാർഢ്യമുണ്ട്. അവർ വന്നപ്പോൾ വലിയ ആകാംക്ഷയൊക്കെയാണ് പലരുടെയും കണ്ണുകളിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നതെങ്കിൽ ഓരോ ദിവസം കഴിയുന്തോറും ഈ കടുത്ത തണുപ്പിലും ഓരോ ദിവസം കഴിയുന്തോറും ഇവർക്ക് മുന്നിൽ, ഇവരുടെ മുഖത്തിന് മുന്നിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു നിശ്ചയദാർഢ്യം നമുക്ക് കാണാൻ സാധിക്കുന്നു. അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ തങ്ങൾ ഉറച്ചു നിൽക്കും എന്ന നിലപാട് പ്രഖ്യാപിച്ചാണ് ഇവർ ഓരോരുത്തരും പോകുന്നത്. അതാണ് ഈ മേഖലയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. SKN. അപ്പോൾ രാധാകൃഷ്ണൻ, രസകരമായ മറ്റൊരു കാര്യത്തിലേക്ക് വന്നാൽ, CBI എന്ന് പറയുന്ന സ്ഥാപനത്തെ തള്ളുകയും കൊള്ളുകയും ചെയ്യുന്ന ഒരു സംസ്ഥാന സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. അതായത് തങ്ങളുടെ താല്പര്യത്തിന് അനുകൂലമാണെങ്കിൽ CBI തന്നെ വേണം, എന്നാൽ തങ്ങളുടെ താല്പര്യത്തിന് അനുകൂലമല്ലെങ്കിൽ CBI വേണ്ട, അതിന് സുപ്രീം കോടതി പോകാനും തയ്യാറാണ്. അങ്ങനെ ഒരു കാര്യമാണ് ഈ സോളാർ കേസിൽ ഇന്നലെ CBI അന്വേഷണത്തിന് കൊടുത്തു. കാര്യം പരാതിക്കാരി പരാതിപ്പെട്ടാൽ CBIക്ക് കൊടുക്കേണ്ടേ എന്നാണ് ധാർമ്മികതയുള്ള സർക്കാർ ചോദിക്കുന്നത്. എന്നാൽ ലൈവ് മിഷനിൽ ഈ ധാർമ്മികത വേണ്ട, അതുകൊണ്ട് ഞങ്ങൾ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിലേക്ക് കടക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും അവസ്ഥ? SKN വളരെ രസകരമാണ്. SKN പറഞ്ഞതുപോലെ വളരെ രസകരമാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യം. ഇന്നലെ സോളാർ കേസിൽ അനുമതി നൽകിയത് സർക്കാരാണ്. ഈ സർക്കാർ തന്നെയാണ് ഈ ലൈഫ് മിഷനിലും ആദ്യം അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള അനുമതി നൽകിയിരിക്കുന്നത്. പക്ഷേ ഇന്ന് സുപ്രീം കോടതിയിൽ സർക്കാർ പറയാൻ പോകുന്നത്
സർക്കാർ ഈ നൽകിയ അനുമതി ഇനി വേണ്ട എന്ന് തീരുമാനിക്കുന്നു. അതുകൊണ്ട് ഈ ലൈഫ് മിഷനിലെ അന്വേഷണം വേണ്ട, ഹൈക്കോടതി വിധി റദ്ദാക്കണം എന്നാണ്. ഹൈക്കോടതി ചില നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്നു. ഈ ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട് വളരെ സൂത്രപരമായിട്ടാണ് ഈ കരാർ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിനിടയിൽ അഴിമതി പണം കൈമാറി എന്നതടക്കമുള്ള നിരീക്ഷണങ്ങൾ ഹൈക്കോടതിയുടെ വിധിയുടെ ഭാഗമായിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ ഇനി വസ്തുതാവിരുദ്ധമാണ് എന്ന വാദമുയർത്തിയാണ് കോടതിയിൽ സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നത്. ലൈഫ് മിഷന്റെ CEO ആണ് ഈ കേസ് ഈ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. കേരള ഹൈക്കോടതിയിൽ രണ്ട് പരാതികളായിരുന്നു എത്തിയത്, രണ്ട് ഹർജികളായിരുന്നു എത്തിയത്. ഒന്ന് ഒരു റിട്ട് ഹർജിയും രണ്ടാമത്തത് ഒരു സിവിൽ മിസ്ലേനിയസ് പെറ്റീഷനും. ഇതിൽ സിവിൽ മിസ്ലേനിയസ് പെറ്റീഷനിലുള്ള ഹർജിയാണ്, അതിന്മേലുള്ള അപ്പീലാണ് ഇന്ന് സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. റിട്ട് ഹർജിക്ക് കേരള ഹൈക്കോടതിയിൽ തന്നെ അപ്പീൽ ഉള്ളതുകൊണ്ട് അതിന്മേലുള്ള അപ്പീൽ വന്നിട്ടില്ല. പക്ഷേ ഇത് ഇപ്പോഴത്തെ ആവശ്യം ഈ FIR റദ്ദാക്കണം എന്നതാണ്. ഇക്കാര്യത്തിൽ അശോക് ഭൂഷന്റെ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. ഇക്കാര്യത്തിൽ കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ CBI ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. CBI അഭിഭാഷകൻ ഇന്ന് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുമെന്ന് ഇതിനകം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. രാധാകൃഷ്ണ, മുല്ലപ്പെരിയാർ കാര്യത്തിൽ ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ച മേൽനോട്ട സമിതിക്കെതിരായിട്ട് ഇന്ന് ഹർജി വരികയാണല്ലോ സുപ്രീം കോടതിയിൽ. അതിന്റെ വിശദാംശങ്ങൾ കൂടി പറഞ്ഞാൽ ഈ ചെറിയ സംസാരം നമുക്ക് അവസാനിപ്പിക്കാം. നമ്മളെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്ന ഈ മുല്ലപ്പെരിയാർ കേസ്. മുല്ലപ്പെരിയാർ കേസിൽ ഇതിനകം കേരളവും തമിഴ്നാടും സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. കേരളം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്നത് ഈ ഗേറ്റ് ഷെഡ്യൂൾ കൃത്യമായിട്ട് പരിഷ്കരിക്കുന്നില്ല എന്നുള്ളതാണ്. 1939 തയ്യാറാക്കിയ ഇതിനകം തന്നെ ഏതാണ്ട് 10-20 തവണ പുതുക്കേണ്ട ഗേറ്റ് ഷെഡ്യൂളാണ് ഇപ്പോഴും തമിഴ്നാട് പാലിക്കുന്നത്, അല്ലെങ്കിൽ തമിഴ്നാട് പിന്തുടരുന്നത് എന്നാണ്. ഈ ഗേറ്റ് ഷെഡ്യൂൾ എന്നാൽ ഈ അണക്കെട്ടിൻ്റെ പാലനവുമായി ബന്ധപ്പെട്ട് പിന്തുടരുന്ന പ്രൊസീജിയറുകളെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ ഗേറ്റ് ഷെഡ്യൂളിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഓരോ സമയത്തും മാറി മാറി വരുന്ന സാഹചര്യം, ഓരോ അണക്കെട്ടിനും ഓരോ കാലം കഴിയുമ്പോഴും അതിനുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസൃതമായിട്ട് ഈ ഗേറ്റ് ഷെഡ്യൂൾ പരിഷ്കരിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യണം. ഇത് തയ്യാറാകുന്നില്ല തമിഴ്നാട്. ഇതാണ് കേരളം ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷെ തമിഴ്നാട് പറയുന്നത് കേരളത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന നീക്കങ്ങൾ അത് ഏകപക്ഷീയമായിട്ടുള്ള നീക്കങ്ങളാണ്. ഈ അണക്കെട്ടിൻ്റെ ഭാഗത്തേക്ക് കറണ്ട് നൽകുന്നില്ല, അവിടേക്കുള്ള അപ്രോച്ച് റോഡ് ഏതാണ്ട് 10 കിലോമീറ്ററോളമുള്ള അപ്രോച്ച് റോഡ് തകർന്നു കിടക്കുകയാണ്, അത് നിർമ്മിക്കുന്നില്ല. മറ്റ് ഈ മഴയുടെ ആ വ്യാപ്തി അളക്കാനായിട്ടുള്ള ഉപകരണങ്ങൾ അവിടെ സ്ഥാപിക്കാനായി കേരളം തയ്യാറാകുന്നില്ല. ഒപ്പം ഈ മേഖലയിലേക്കുള്ള റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആവശ്യമായിട്ടുള്ള വൃക്ഷങ്ങൾ വെട്ടി മാറ്റാനായിട്ട് തങ്ങളെ അനുവദിക്കുന്നില്ല തുടങ്ങിയിട്ടുള്ള വാദങ്ങളാണ് തമിഴ്നാട് ഉയർത്തിയിട്ടുള്ളത്. ഏതായാലും കേരളത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഈ കേസ്. സുപ്രീം കോടതി ഈ കേസ് ഇന്ന് പരിഗണിക്കും. താങ്ക് യു. രാധാകൃഷ്ണനാണ് നമുക്കൊപ്പം ചേർന്നത്. മറ്റൊരു വിശേഷത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കുന്നു. എല്ലാവരും ഉണർന്ന് എഴുന്നേറ്റൊക്കെ വന്നു കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. അടുക്കളയൊക്കെ സജീവമായി തുടങ്ങി. ഇപ്പോഴത്തെ ഗ്രേറ്റ് ഇന്ത്യൻ അടുക്കള എന്നുള്ള രീതിയിൽ അടുക്കളയ്ക്കൊക്കെ വലിയൊരു പ്രാധാന്യം ലഭിച്ചിരിക്കുന്ന കാലമാണ് പ്രത്യേകിച്ചും. ഇനി ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ നിന്നൊക്കെ ആളുകൾ ഈ ഓഡിയോ വഴി ഇത് കേൾക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ സന്ദേശങ്ങളും ഞാൻ കാത്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചാറ്റ് ബോക്സിൽ പോകുക, 24news.com എന്ന് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ചാറ്റ് ബോക്സിൽ ചെന്നിട്ട് നിങ്ങൾ സന്ദേശങ്ങൾ ഇടുക. ചാറ്റ് ബോക്സ് വഴി സ്ഥിതിഗതികൾ സാധാരണഗതിയിൽ എൻ്റെ മൊബൈലിലേക്ക് വരും. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. ഫലവൃക്ഷ കൃഷിയിൽ വിജയഗാഥ രചിച്ച് കോതമംഗലം സ്വദേശി ഗോപാലകൃഷ്ണൻ. വിദേശ ഫലങ്ങൾ ഉൾപ്പെടെ നിരവധി പഴവർഗ്ഗങ്ങളാണ് ഗോപാലകൃഷ്ണൻ്റെ തോട്ടത്തിൽ പാകമായി നിൽക്കുന്നത്. വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള സമ്മാനമാണ് തൻ്റെ പഴത്തോട്ടമെന്നാണ് ഗോപാലകൃഷ്ണൻ്റെ അഭിപ്രായം. 50 സെന്റ് കൃഷിയിടം നിറയെ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും സമൃദ്ധമായി വിളഞ്ഞു കിടക്കുന്നു. എല്ലാം ഓടി നടന്ന് പരിപാലിക്കുകയാണ് ഗൃഹനാഥനായ ഗോപാലകൃഷ്ണൻ. കൃഷിയോടുള്ള കമ്പം മൂലം പലയിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ഫലവൃക്ഷങ്ങളാണ് നിറയെ കായ്ച്ചു കിടക്കുന്നത്. ഓറഞ്ച്, മുസമ്പി, പൂച്ചപ്പഴം, മിൽക്ക് ഫ്രൂട്ട്, വിവിധ ഇനം ചക്കകൾ തുടങ്ങി നിരവധി പഴങ്ങളാണ് വിളവെടുപ്പിനൊരുങ്ങി നിൽക്കുന്നത്. മണ്ണിനും മനസ്സിനും ഒരേപോലെ കുളിർമയും ആത്മസംതൃപ്തിയും മാത്രമാണ് കൃഷിയിലൂടെ താൻ ലക്ഷ്യമിടുന്നതെന്ന് ഗോപാലകൃഷ്ണൻ. എപ്പോഴും എന്തെങ്കിലുമൊക്കെ വീട്ടിൽ നമുക്ക് ഉപയോഗിക്കാൻ, അതുപോലെ തന്നെ അടുക്കളയിലേക്കുള്ള കൃഷിക്കാണെങ്കിലും മറ്റേ എല്ലാ കാര്യങ്ങൾക്കുള്ള സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിലൊരു അമിതമായ ഒരു ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ വർഷങ്ങളായിട്ട് ചെയ്തു പോരുന്നത്. ഫലവൃക്ഷങ്ങൾ കായ്ച്ചു തുടങ്ങിയതോടെ ധാരാളം പക്ഷികളും അതിഥികളായി എത്തി തുടങ്ങി. തോട്ടം നനയ്ക്കാനും പരിചരിക്കാനും ഭാര്യ പത്മിനിയും ഒപ്പമുണ്ട്.
പഴവർഗ്ഗങ്ങൾക്ക് പുറമെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളും കൃഷിയിടത്തിലുണ്ട്. കൊച്ചി. ഇങ്ങനെയൊക്കെയുള്ള നല്ല മനുഷ്യരും നമുക്കിടയിൽ ജീവിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കോവിഡ് കാലത്ത് ഏറ്റവും എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം കൃഷിക്ക് അസാധാരണമായ ഒരു പ്രാധാന്യം കൈവന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ കാർഷിക ആയുധങ്ങളും എല്ലാം തന്നെ നമ്മളിട്ട് പൂട്ടി വെച്ചിരുന്ന ഒരു കാലമായിരുന്നു. പൊതുവെ പുതിയ തലമുറയ്ക്കൊന്നും കൃഷിയോടൊന്നും വലിയ താല്പര്യമില്ലാതിരുന്നപ്പോഴാണ് നമ്മുടെ ഭൂമിയിടത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിനുള്ളിലോ തളയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യം മാസങ്ങളോളം നീണ്ടുന്നു. അപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്നതുകൊണ്ട് പറമ്പിലേക്കും പാടത്തേക്കും ആളുകൾ ഇറങ്ങാൻ തയ്യാറായി. ഇപ്പോൾ പല സ്ഥലത്തും കൃഷിക്ക് വലിയൊരു മാന്യത കൈവന്നിരിക്കുന്നു, വലിയ ആദരവ് കൈവന്നിരിക്കുന്നു. എപ്പോഴും കൃഷി വലിയൊരു കാര്യമാണ്. അന്യരെ കൃഷി ചെയ്യുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നത്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി തലസ്ഥാന നഗരിയിലേക്ക് പോകാം. നിങ്ങൾക്കറിയാം, സോളാർ കേസിൽ CBIക്ക് കൊടുത്തത്, സംസ്ഥാന സർക്കാർ കൊടുത്ത വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വന്ന് നിൽക്കുന്ന സമയത്ത് കൃത്യമായ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് ഇത് ചെയ്തതെന്നാണ് കോൺഗ്രസിൻ്റെ ആക്ഷേപം. കാരണം ഇത്രയും കാലം അധികാരത്തിലിരുന്നിട്ടും 3 കൊല്ലം പുറത്ത് കിടന്ന് പ്രചാരണം നടത്തിയിട്ടും ഒന്നും കണ്ടുപിടിക്കാൻ കഴിയാത്ത എന്ത് സംഭവമാണ് CBI വഴി നീ കണ്ടുപിടിക്കാൻ പോകുന്നതെന്നാണ് ഉമ്മൻചാണ്ടി ചോദിച്ചത്. ഒരു പക്ഷേ ഈ LDF സർക്കാർ കരുതുന്നത് പോലെ ഇത് ബുമറാങ്ങായി മാറാനുള്ള സാധ്യതയും കുറവല്ല. BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടിയും ആരോപണ വിധേയനായ സാഹചര്യത്തിൽ ഈ കേസ് CBI ഏറ്റെടുക്കുമോ എന്ന കാര്യത്തിലും സംശയം ഉണ്ടാകുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി തനേഷ് തമ്പി നമുക്കൊപ്പം ചേരുന്നു. തനേഷ്, തലസ്ഥാന നഗരിയിൽ ഏറ്റവും സജീവമായി ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് CBIയുടെ കാര്യം തന്നെയാണ്. CBIയുടെ വലിയ പ്രിയമുള്ള ഒരു സംസ്ഥാന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നറിയുന്നത് എന്തുകൊണ്ടും സന്തോഷമുള്ള കാര്യമാണ്. SKN CBI തന്നെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. മാത്രമല്ല ഇന്നത്തെ താരവും CBI തന്നെയാണ്. CBI എടുക്കുന്ന നിലപാടിനെ ആശ്രയിച്ചിരിക്കും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെ CPIM-ൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രചരണ തന്ത്രങ്ങൾ എന്നുള്ളതും ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. CBIയെ എല്ലാ കാലത്തും എല്ലാ മുന്നണികളും തരാതരം പോലെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു തനിയാവർത്തനം എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരെ വന്നിരിക്കുന്ന ഈ ഒരു CBI അന്വേഷണം അല്ലെങ്കിൽ അന്വേഷണ ശുപാർശ എന്ന് പറയുന്നത് 2006 ഉമ്മൻചാണ്ടി സർക്കാർ സ്ഥാനമൊഴിയുന്നതിന് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് തൊട്ട് മുൻപ് നടന്ന അവസാന മന്ത്രിസഭാ യോഗത്തിലാണ് ലാവ്ലിൻ കേസ് CBIക്ക് വിട്ടുകൊണ്ടുള്ള ഒരു തീരുമാനം അന്നത്തെ മന്ത്രിസഭ എടുക്കുന്നത്. അതിൻ്റെ ഒരു തനിയാവർത്തനം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഈ 2021 ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതിൻ്റെ അല്ലെങ്കിൽ വിജ്ഞാപനം വരാൻ പോകുന്നതിൻ്റെ തൊട്ട് മുൻപുള്ള ഈ ഒരു തീരുമാനം, അതായത് ഉമ്മൻചാണ്ടിക്കെതിരെയുള്ളൊരു തീരുമാനം വന്നിരിക്കുന്നു. ഇത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതികാരമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഏതായാലും വലിയ ഒരു ബോംബാണ് വീണിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിനെ തന്നെ സ്വാധീനിക്കാൻ കഴിയുന്ന ബോംബ്. ഇത് ആർക്ക് അനുകൂലമായി വരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും CBI തനേഷ്, എൻ്റെ ഒരു സംശയം, ഇപ്പോൾ ഈ ശരണ്യ മനോജ് എന്നൊരു കഥാപാത്രം ഇപ്പോൾ തിരുവനന്തപുരത്ത് കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. ഈ ശരണ്യ മനോജ് ചില വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയിരുന്നല്ലോ. ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ട്. ഇപ്പോൾ ഈ പരാതിക്കാരി കൊടുക്കാൻ തന്നെ കാരണത്തിൻ്റെ പിന്നിലൊക്കെ ചില സംഭവങ്ങളുണ്ട്. ഉമ്മൻചാണ്ടി നേതൃത്വം എടുത്തതോടെയാണ് ഇത് വീണ്ടും സജീവമായി വരുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങൾ CBI അന്വേഷിക്കുന്നതിനോട് സംസ്ഥാന സർക്കാരിന് താല്പര്യമുണ്ടോ? ഇപ്പോൾ 6 കേസുകളാണ് നേരത്തെ FIR ഇട്ട് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചു കൊണ്ടിരുന്ന 6 കേസുകൾ. 6 നേതാക്കൾക്കെതിരെയുള്ള കേസുകളാണ് ഇപ്പോൾ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഈ 6 കേസുകളുടെ കാര്യത്തിലാണ് അന്വേഷണം വേണമെന്ന് ഈ പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകുകയും ചെയ്തിരുന്നത്. ആ കാര്യത്തിലാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. മറ്റു കാര്യങ്ങൾ, അതായത് ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ മാത്രമാണ് ഈ CBIയുടെ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരിക എന്നുള്ളതാണ്. അതായത് നേരത്തെ ഇട്ട FIRൻ്റെ ഭാഗത്ത് മറ്റ് വെളിപ്പെടുത്തലുകളോ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഗൂഢാലോചനകളോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിൻ്റെ പരിധിയിലേക്ക് വരുന്നില്ല. ഏതായാലും 3 മുന്നണികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇത് UDF-ൻ്റെയും LDF-ൻ്റെയും മാത്രം കാര്യമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് 3 മുന്നണികളെ സംബന്ധിച്ചും ഏറെ നിർണായകമാണ് ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഇതിൻ്റെ തുടർ നീക്കങ്ങൾ എന്ന് പറയുന്നത്. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ രാഷ്ട്രീയ ആയുധം, പ്രത്യേകിച്ചും CBI ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾക്കെതിരെയും സംസ്ഥാന സർക്കാരിൻ്റെ നേതാക്കൾക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും ഒക്കെ വളരെ ശക്തമായി രംഗത്ത് വരികയും വലിയ രീതിയിൽ കേരളമാകെ വലവീശി പിടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അത് പ്രതിപക്ഷം കൃത്യമായി ആയുധമാക്കുന്ന
ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു CBI അന്വേഷണ ശുപാർശ പ്രതിപക്ഷത്തെ അടിക്കാൻ ഭരണപക്ഷത്തിന് ഒരു വടിയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാൽ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ UDF-ൻ്റെയും ഒക്കെ നീക്കം. ഏതായാലും ഇത് പ്രതീക്ഷിച്ചിരുന്ന ഒന്ന് തന്നെയാണ്. ഈ CBI അന്വേഷണം ഉണ്ടാകുമെന്ന് കോൺഗ്രസിൻ്റെ നേതാക്കളുമെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു. എങ്കിൽ പോലും അത് വന്നപ്പോൾ ഉണ്ടായ ഒരു പകപ്പ്, ഒരുപക്ഷെ ഇന്നലെ ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടി രാത്രി വൈകി നടത്തിയിട്ടുള്ള പ്രതികരണം വരെയുമുള്ള സമയത്തും ആ ഒരു അങ്കലാപ്പ് എല്ലാ നേതാക്കളിലും പ്രകടമായിരുന്നു എന്നുള്ളതാണ്. ഇത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ എങ്ങനെ ഈ ഒരു വിഷയം ഇടപെടും എന്നുള്ളതും കൗതുകകരമായ കാര്യമാണ്. അതും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അതേസമയത്ത് BJP-ക്ക് ഇതൊരു പുലിവാലി പിടിച്ച കാര്യമായി പോയി. കാരണം ആദ്യം CBI അന്വേഷണം ഇക്കാര്യങ്ങളെല്ലാം ആവശ്യപ്പെട്ടത് BJP ആയിരുന്നു. അത് ഈ കേസ് തുടങ്ങിയ സമയത്ത് തന്നെ ആ ആവശ്യം അന്നത്തെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഇന്നത്തെ കേന്ദ്രമന്ത്രി V. മുരളീധരൻ CBI അന്വേഷണം വേണം, സംസ്ഥാന പോലീസിൽ വിശ്വാസമില്ല എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് ബൂമറാങ്ങായിട്ട് BJP-ക്ക് തന്നെ വരുന്നു എന്നുള്ളതാണ്. അവരുടെ ദേശീയ ഉപാധ്യക്ഷനാണ് ഈ കേസിലെ ഒരു കണ്ണിയായി മാറുന്നത് എന്നുള്ളതാണ് BJP-യെ കുഴയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് BJP എടുക്കും എന്നുള്ളതും CBI എന്ത് നിലപാടെടുക്കും എന്നുള്ളതും ഒക്കെ ഏറ്റവും നിർണായകമായ കാര്യങ്ങളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്തെ കോവിഡ് സിറ്റുവേഷനാണ്. പോസിറ്റിവിറ്റി നിരക്ക് 12% കടന്നിരിക്കുന്നു. മാത്രമല്ല മരണനിരക്ക് കുറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം ആവേശം കൊണ്ടതുകൊണ്ട് കാര്യമില്ല. ദേശീയ തലത്തിൽ ആലോചിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പല കാരണങ്ങളും ആരോഗ്യവകുപ്പ് മന്ത്രി നിരത്തിയിട്ടുണ്ടെങ്കിലും ഈ കോവിഡ് സാഹചര്യം കുറച്ച് രൂക്ഷമായി തുടരുകയാണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്? തീർച്ചയായും കഴിഞ്ഞ 49 ദിവസത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇന്നലെ വന്ന പോസിറ്റിവിറ്റി നിരക്ക്. അത് ഏതാണ്ട് 12% അടുത്ത് വന്നു എന്നുള്ളത് അങ്ങേയറ്റം നിർണായകമായ, അങ്ങേയറ്റം ആശങ്കാജനകമായിട്ടുള്ള സാഹചര്യം തന്നെയാണ്. എന്തുകൊണ്ട് ഈ പോസിറ്റിവിറ്റി നിരക്ക് കൂടുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് പല വ്യാഖ്യാനങ്ങൾ ഉണ്ട്. എങ്കിൽ പോലും ഈ ഒരു യാഥാർത്ഥ്യം, പോസിറ്റിവിറ്റി നിരക്ക് കൂടുന്നതിനനുസരിച്ച് രോഗികളുടെ എണ്ണത്തിനും വർധനവുണ്ടാകുന്നു. ഒരു ഘട്ടത്തിൽ 65,000 വരെ കൊണ്ടുപോയ രോഗികളുടെ, സംസ്ഥാനത്തിലെ ആക്റ്റീവായ രോഗികളുടെ എണ്ണം വീണ്ടും 70,000-ന് മുകളിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് ഒട്ടും ശുഭകരമായ കാര്യമല്ല. പല കാരണങ്ങൾ നിരത്തുന്നുണ്ട്. ഒന്ന്, തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ യോഗങ്ങളും മറ്റും രോഗവ്യാപനത്തിന് കാരണമായിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാ ഇളവുകളും വ്യാപാര സ്ഥാപനങ്ങളടക്കം സാധാരണഗതിയിൽ തുറന്നു പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ ഈ രീതിയിൽ രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുമെന്നുള്ളത് ആരോഗ്യവകുപ്പ് മുൻകൂട്ടി കണ്ടിരുന്നു. പ്രതിദിനം 20,000 രോഗികൾ വരെയെങ്കിലും ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അന്ന് പങ്കുവച്ചിരുന്നത്. പക്ഷേ അത്രത്തോളം പോയില്ല എന്ന് പറഞ്ഞ് ആശ്വസിക്കുകയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ്. എങ്കിൽ പോലും അടിയന്തര സാഹചര്യമാണ്, അടിയന്തര ഇടപെടലുകൾ അനിവാര്യമായ ഒരു ഘട്ടത്തിലേക്ക് കേരളം വീണ്ടും പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. താങ്ക് യു തനേഷ് തമ്പി. തലസ്ഥാന നഗരിയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് തനേഷ് തമ്പിയാണ്. നമുക്കറിയുന്നത് പോലെ വരുന്ന മണിക്കൂറുകളിലും വരുന്ന ദിവസങ്ങളിലും എല്ലാം തന്നെ ഈ CBI-ക്ക് കൊടുത്ത കാര്യം, സോളാർ കേസ് CBI-ക്ക് വിട്ട കാര്യം തന്നെയായിരിക്കും തലസ്ഥാനത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ളത്. അപ്പോൾ പ്രേക്ഷകർക്ക് ഞാൻ മലപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. പ്രകൃതി സൗന്ദര്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മലപ്പുറത്തേക്ക്. ടൂറിസം ഭൂപടത്തിൽ ഇടപിടിച്ച മിക്ക പ്രദേശങ്ങളും നിലമ്പൂർ മലയോര മേഖലയിലാണെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലമ്പൂരിൻ്റെ വശ്യമനോഹരിതയാണ് പലപ്പോഴും അവിടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാക്കി മാറ്റുന്നത്. നമ്മൾ പരിചയപ്പെടേണ്ടതും കണ്ടിരിക്കേണ്ടതുമായ നിരവധി സ്ഥലങ്ങൾ ഈ മേഖലയിലുണ്ട്. അതിലൊന്നാണ് ആട്ടിൻപാറ വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടത്തിലേക്ക് 24 സംഘം നടത്തിയ യാത്ര നിങ്ങൾക്കും കൂടെ വരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആട്യംപാറ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രവേശന കവാടത്തിലാണ്. മലപ്പുറം ജില്ലയുടെ നിലമ്പൂരിൽ നിന്നും 15 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ആട്യംപാറയിലേക്ക് എത്താം. നിറയെ പാടശേഖരങ്ങളും കുന്നുകളും മേടുകളും താണ്ടിയുള്ള യാത്ര വേറിട്ടൊരു അനുഭൂതിയാണ്. ഇവിടേക്ക് എത്തിയാലോ നമ്മളെ കാത്തിരിക്കുന്നത് ആട്യംപാറ വെള്ളച്ചാട്ടം എന്ന പ്രകൃതി മനോഹരമായ ഒരു ദൃശ്യവിസ്മയമാണ്. ആട്യംപാറ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രകൃതി ഒരുക്കിയ സൗന്ദര്യത്തിൻ്റെ കാഴ്ചകളിലേക്ക് നിങ്ങളെയും 24 കൊണ്ടുപോവുകയാണ്. ഞാൻ നിൽക്കുന്നതാണ് ആട്യംപാറ വെള്ളച്ചാട്ടം. 3 തട്ടുകളായി കാണപ്പെടുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗമാണ് ഈ പിന്നിൽ കാണുന്നത്. ചെറിയ പാറക്കെട്ടുകളെ തഴുകി വരുന്ന മനോഹരമായ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കൂടി ചേർന്നതാണ് ആട്യംപാറ എന്നുള്ളത്. ചാലിയാറിൻ്റെ കൈവഴികളൊന്നായ കാഞ്ഞിരപ്പുഴയുടെ വെള്ളമാണ് ആട്യംപാറയിലെത്തുമ്പോൾ വെള്ളച്ചാട്ടമായി രൂപം മാറുന്നത്. ഒരുപാട് വനങ്ങളിലൂടെ കടന്നു വരുന്ന, ഇല്ലെങ്കിൽ പശ്ചിമഘട്ട മലനിരകളെയും സൈലന്റ് വാലിയുടെ താഴ്വാരങ്ങളെയും കടന്നു വരുന്ന ഈ വെള്ളത്തിന് ഔഷധ ഗുണമുണ്ടെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് പോലെ തന്നെ തെളിഞ്ഞ വെള്ളവും അതിൻ്റെ തണുപ്പും അതിൽ ശുദ്ധതയൊക്കെ തന്നെ വലിയൊരു അനുഭൂതി നമുക്ക് സമ്മാനിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും നിരവധി ആളുകളാണ് കാഴ്ചകൾ കാണാനും ഇവിടുത്തെ ഭംഗി ആസ്വദിക്കാനും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്.
നല്ല കാഴ്ചയാണ്. ഞങ്ങൾ വന്ന സമയത്ത് വെള്ളം തീരെ ഉണ്ടായിരുന്നില്ല, പക്ഷേ പെട്ടെന്ന് തുറന്ന സമയത്ത് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റി. മാത്രമല്ല അത് വരുന്ന വരവും പിന്നെ അതോടൊപ്പം തന്നെ ആ വെള്ളത്തിലിങ്ങനെ കുഴിയിൽ ചാടി പോകുമ്പോഴുള്ള ഒരു ഭംഗിയൊക്കെ ശരിക്കും മോനാണ് ശരിക്കും അത് ആസ്വദിച്ചിട്ടുള്ളത്. തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് ആട്യംപാറ. ഒരു വെള്ളച്ചാട്ടം എന്നതിനപ്പുറം ഇവിടുത്തെ കാനന സൗന്ദര്യവും പാറക്കെട്ടുകളും എല്ലാം കൂടി ചേർന്ന് ഒരു വ്യത്യസ്തമായൊരു ദൃശ്യഭംഗിയാണ് ഈ സ്ഥലം നമുക്ക് സമ്മാനിക്കുന്നത്. ക്യാമറമാൻ മുനീർ തിരൂരിനും സാരഥി സന്ദീപിനുമൊപ്പം അഷ്കർ അലി, 24 മലപ്പുറം. ഞാൻ വിചാരിച്ചു അഷ്കർ അലി എടുത്ത് വെള്ളത്തിൽ ചാടുമെന്ന്. കാരണം ഈയിടയ്ക്ക് ഏതൊരു റിപ്പോർട്ടർ വെള്ളത്തിൽ കിടന്നുകൊണ്ട് മൈക്കൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ച് ആങ്കർ ചെയ്യുന്നത് കണ്ടു. അതുകൊണ്ട് ചിലപ്പോൾ അതിനൊരു സാധ്യത ഞാൻ പ്രതീക്ഷിച്ച് കൗതുകത്തോടെ നിൽക്കുകയായിരുന്നു. പക്ഷേ അഷ്കർ അലി ചാടിയില്ല. എന്താ ചെയ്യുക? ഇനി നിങ്ങൾക്കറിയുന്നത് പോലെ ഈ അടുത്ത ദിവസങ്ങളായി നമ്മുടെ സംസ്ഥാനത്തെ നിയമസഭാ സ്പീക്കർ ഒരുപാട് വിമർശനങ്ങളെ അദ്ദേഹം നേരിട്ടു. നിയമസഭാ ഫ്ലോറിൽ തന്നെ അദ്ദേഹത്തിനെതിരെ കർക്കശമായ ഒരുപാട് വിമർശനങ്ങളും പരാതികളും ആരോപണങ്ങളും ഒക്കെ ഉയർന്നു കേട്ടു. ഇതൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ബാധിച്ചിട്ടില്ല എന്നൊരു തോന്നലുളവാക്കുന്ന ഒരു കാര്യം ഇന്നലെ ഉണ്ടായി. അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. എൻ്റെ മകൾ അമ്മു, അതായത് നിരഞ്ജന, ഒരു കവർ സോങ് ചെയ്തിരിക്കുന്നു. ഇന്നലെ നിങ്ങൾക്കറിയാം പി പത്മരാജൻ്റെ ഓർമ്മ ദിനമായിരുന്നു. ഇന്ന് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനോഹരമായ ചിത്രമാണ്. അപ്പോൾ ഈ പി പത്മരാജൻ അദ്ദേഹത്തിൻ്റെ ഞാൻ ഗന്ധർവൻ എന്ന സിനിമയിലെ ദേവാങ്കണങ്ങൾ പെയ്തൊഴിഞ്ഞ താരകം എന്നുള്ള ഈ പാട്ടിൻ്റെ കവർ സോങ്ങുമായിട്ടാണ് സ്പീക്കറുടെ മകൾ രംഗത്ത് വന്നത്. യഥാർത്ഥത്തിൽ ഈ ഗാനത്തിൻ്റെ കവർ വെർഷൻ നിരഞ്ജന നന്നായി പാടി അവതരിപ്പിച്ചിട്ടുണ്ട്. ആകാശഗംഗ ഫെയിം റിയാസ് ഹസനാണ് ഈ വീഡിയോ ആൽബം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ എനിക്ക് സ്പീക്കറുടെ മകൾ പാടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു സ്പീക്കറുടെ മകളായോണ്ടായിരിക്കും ശ്രദ്ധിക്കപ്പെടുന്നത്. ഇന്നലെ ഒരുപാട് ആൾക്കാർ പങ്കുവച്ചു ഈ ആൽബം. എന്തായാലും നിരഞ്ജനയ്ക്ക് ഒരു ഗായിക എന്ന നിലയിലൊരു ഭാവിയും സാധ്യതയുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ പാട്ട്, ആ കവർ സോങ് പ്രേക്ഷകർക്കായി ഒന്നുകൂടി ഞങ്ങൾ അവതരിപ്പിക്കുന്നു. സ്വരരാഗഭാവുകങ്ങൾ ഹിമബിന്ദു ചൂടും സമ്മോഹനങ്ങൾ പോലെ. തുടക്കക്കാരിയുടെ കുറവുകൾ ഉണ്ടാകാമെങ്കിലും മകൾ അമ്മുവിന്റെ ഈ ഗാനാർച്ചന പത്മരാജൻ സ്മരണകൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. ഇങ്ങനെ കുറിച്ചാണ് സ്പീക്കർ മകൾ നിരഞ്ജനയുടെ കവർ സോങ് ഫേസ്ബുക്കിൽ അവതരിപ്പിച്ചത്. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാ. ദൃശ്യാവിഷ്കാരം നിർവഹിച്ചത് സ്പീക്കറുടെ സുഹൃത്തും നടനുമായ റിയാസാണ്. പത്മരാജന്റെ സ്മരണ ദിനമായ ഇന്നലെയാണ് സ്പീക്കർ ഫേസ്ബുക്കിൽ ഗാനം പോസ്റ്റ് ചെയ്തത്. സായാഹ്ന സാനുവിൽ വിലോലമേഘമാ. 24 തിരുവനന്തപുരം. അമ്മു മോളെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഇനിയും പാടുക, പാടിക്കൊണ്ടേയിരിക്കുക. ഈ സംഗീത ലോകത്ത് ഒരു വിലാസം ഉണ്ടാക്കുക. ഇനി നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് കടക്കാൻ സമയമായി. കൊച്ചിയിൽ നിന്ന് മധ്യ കേരളത്തിലെ വാർത്തകളുമായി ടോം കുര്യാക്കോസ് നമുക്കൊപ്പം ചേരുന്നു. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആയിരിക്കുന്നു. ഗുഡ് മോർണിംഗ് ടോം കുര്യാക്കോസ്. NCP പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ഗുഡ് മോർണിംഗ് മാണി സി കാപ്പൻ മുംബൈയിലെത്തിയിട്ടുണ്ട്. ദേശീയ അധ്യക്ഷനുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ചർച്ച. പച്ച പിടിക്കുമോ അദ്ദേഹം? എന്തൊക്കെയാണ് പരിപാടി അദ്ദേഹത്തിൻ്റെ മുംബൈ സന്ദർശനത്തിൽ? ഏറെ നിർണായകമാണ് ഇന്നത്തെ മാണി സി കാപ്പനും ശരത് പവാറും തമ്മിലുള്ള കൂടിക്കാഴ്ച. അതായത് NCP
LDF വിട്ട് UDF ചേരണമെന്ന അതിനുള്ള അനുമതി നൽകണമെന്ന ആവശ്യവുമായിട്ടാണ് മാണി സി കാപ്പൻ ഇന്ന് മുംബൈയിൽ എത്തിയിരിക്കുന്നത്. മുംബൈയിൽ ഉച്ചയോടുകൂടി ശരത് പവാർ, ഉച്ചയ്ക്ക് ശേഷം ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമായും LDF പാലാ സീറ്റുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ LDF വിടാനുള്ള തീരുമാനത്തിലേക്ക് NCP ഔദ്യോഗിക പക്ഷം എത്തിയിരിക്കുന്നു. എന്തായാലും LDF അവർ വിടുമെന്ന് ഔദ്യോഗിക പക്ഷം പീതാംബരം മാസ്റ്ററും മാണി സി കാപ്പനും നേതൃത്വം നൽകുന്ന ഔദ്യോഗിക പക്ഷം ഉറപ്പിച്ചിരിക്കുന്നു. പക്ഷേ ശശീന്ദ്രൻ പക്ഷം ഇതിനെതിരാണ്. LDF ഉറച്ചു നിൽക്കണമെന്ന വാദത്തിൽ അവർ നിൽക്കുന്നു. മാത്രമല്ല, നേരത്തെ ശശീന്ദ്രൻ പക്ഷം ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തി ഇപ്പോഴത്തെ സംസ്ഥാനത്തെ സാഹചര്യങ്ങളെല്ലാം ശരത് പവാറിനെ ബോധ്യപ്പെടുത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വീണ്ടും മാണി സി കാപ്പൻ മുംബൈയിലേക്ക് തിരിച്ചിരിക്കുന്നത്. മുംബൈയിൽ അദ്ദേഹം രാവിലെ എത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തും. UDF 7 സീറ്റുകൾ തങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഈ ഔദ്യോഗിക പക്ഷത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നേരത്തെ ശരത് പവാറിന് അയച്ച കത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചിരുന്നത്. അഴിമതി നിറഞ്ഞ സർക്കാരാണ്. മാത്രമല്ല, ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുൾപ്പെടെ അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന ഈ സർക്കാരിനൊപ്പം, അതായത് LDF-നൊപ്പം മുന്നോട്ട് നീങ്ങുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NCP ഉൾപ്പെടെ വലിയ തിരിച്ചടി നേരിടുമെന്നാണ് ഈ ഔദ്യോഗിക പക്ഷത്തിൻ്റെ വാദം. അതുകൊണ്ട് തന്നെ UDF മാറിയാൽ പാല ഉൾപ്പെടെ NCPയുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം ആ സീറ്റുകളെല്ലാം UDF നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് ഈ മാണി സി കാപ്പൻ പക്ഷത്തിൻ്റെ വാദം. ഇന്ന് ഈ കാര്യങ്ങളെല്ലാം ശരത് പവാറിനെ മാണി സി കാപ്പൻ ബോധ്യപ്പെടുത്തും. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ഇന്ന് ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഈ ആഴ്ച തന്നെ UDF-ന്റെ ഉഭയകക്ഷി ചർച്ചകൾ ഈ ആഴ്ച തന്നെ ആരംഭിക്കും. അതിന് മുൻപ് തന്നെ NCP തീരുമാനം അറിയിക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം NCPക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ആഴ്ച NCP LDF വിടുമെന്ന കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഈ കൂടിക്കാഴ്ച ശരത് പവാറുമായിട്ടുള്ള മാണി സി കാപ്പൻ്റെ കൂടിക്കാഴ്ച ഏറെ നിർണായകം തന്നെയാണ്. ടോം, യഥാർത്ഥത്തിൽ ഉദ്ഘാടന വേദി ആളുകളുടെ എണ്ണം കൂടുതൽ കൊണ്ട് ഒടിഞ്ഞു വീണ അനുഭവം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അതേപോലെ വേദിയിൽ ആൾ കുറഞ്ഞു പോയതിൻ്റെ പരാതികൾ പല സ്ഥലത്തുനിന്ന് ഉയരുകയാണല്ലോ. ആലപ്പുഴ ബൈപ്പാസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ആരിഫ് പോലെയുള്ള എംപിമാരൊക്കെ തന്നെ വിമർശനവുമായി രംഗത്ത് വന്നാൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, വിവാദങ്ങൾ വേണ്ട എന്ന് മന്ത്രി സുധാകരൻ പറഞ്ഞിട്ടുമുണ്ട്. എവിടെയാണിപ്പോൾ യഥാർത്ഥ വിവാദത്തിലേക്കാണോ ആലപ്പുഴ ബൈപ്പാസ് ഓടിയെത്തുന്നത്? ഈ മാസം 28-ാം തീയതിയാണ് ഈ അരനൂറ്റാണ്ടോളം കാത്തിരിപ്പിന് ശേഷം ആലപ്പുഴ ബൈപ്പാസ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത്. ഈ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്നാണ് ഉദ്ഘാടനം ചെയ്തത്. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം വിവാദമുണ്ടായിരിക്കുന്നത്. അതായത് ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നവരുടെ ലിസ്റ്റ് പേര് സഹിതം പൊതുമരാമത്ത് മന്ത്രി G. സുധാകരൻ കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു. ഈ കത്തിൽ ഈ ഉദ്ഘാടകരെ കൂടാതെ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാർ, പൊതുമരാമത്ത് മന്ത്രി കൂടാതെ മന്ത്രി തോമസ് ഐസക്, P. തിലോത്തമൻ, ആലപ്പുഴ MP, അതോടൊപ്പം മുൻ MP KC വേണുഗോപാൽ, ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ എന്നിവരുടെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു കേന്ദ്രത്തിന് കത്തയച്ചത്. പക്ഷേ തിരിച്ച് കേന്ദ്രം അയച്ച കത്തിൽ ഇവരുടെ പേരുകൾ, ഈ മന്ത്രിമാരുടെയും MPമാരുടെയും പേരുകൾ വെട്ടിയിരിക്കുന്നു. അതിനു പകരം കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി V. മുരളീധരൻ്റെയും കേന്ദ്ര ഉപരിതല ഗതാഗത സഹമന്ത്രി വിജയ് കുമാർ സിംഗിൻ്റെയും പേരായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. ഇതിനെതിരെയാണ് ഇന്നലെ സംസ്ഥാനത്തെ ചില നേതാക്കന്മാർ ഈ കേന്ദ്രത്തിൻ്റെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പക്ഷേ മന്ത്രി G. സുധാകരൻ തന്നെ പറഞ്ഞത് ഇതിനൊരു വിവാദത്തിന് അടിസ്ഥാനമില്ല, ഇതിന് തിരുത്തൽ വേണം, മന്ത്രിമാരെയും MPമാരെയും ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന് വീണ്ടും G. സുധാകരൻ കത്തയച്ചിട്ടുണ്ട്. തനിക്ക് പ്രതീക്ഷയുണ്ട്, കേന്ദ്രം ഇത് തിരുത്തി ഒരു മറുപടി നൽകുമെന്ന് പ്രതീക്ഷയുണ്ട്. മാത്രമല്ല, സംസ്ഥാനം നോട്ടീസ് അടിക്കുമ്പോൾ ഈ മന്ത്രിമാരുടെയും MPമാരുടെയും പേരുണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നും അനുകൂലമായ ഒരു മറുപടി ഉണ്ടായില്ലെങ്കിൽ അത് വലിയ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള വലിയ തർക്കത്തിന് തന്നെയായിരിക്കും വഴിവെക്കുക. താങ്ക് യു ടോം കുര്യാക്കോസ്. മധ്യ കേരളത്തിലെ വാർത്തകളുമായി നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ചേർന്നത് ടോം കുര്യാക്കോസ്. സുജി സുരേന്ദ്രൻ ചോദിക്കും, SKക്ക് താല്പര്യമുള്ള മെസ്സേജ് മാത്രം വായിക്കൂ, ജനങ്ങൾക്ക് താല്പര്യമുള്ള മെസ്സേജും വായിക്കും. സുജി, താങ്കൾ നല്ലൊരു സന്ദേശം അയക്കൂ. ജയദേവൻ പറയുന്നു, പ്രിയപ്പെട്ട SK, ഈ കോവിഡ് കാലം മുഴുവൻ ഞങ്ങൾ ഓസ്ട്രേലിയയിൽ പെട്ടുപോയി, എന്നാൽ 24 ചാനലിൽ കണ്ടാണ് ഞങ്ങൾ സമയം പോക്കിയതെന്ന് അറിയുന്നു. ജയദേവൻ, ഓസ്ട്രേലിയയിലുള്ള എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ആശംസകൾ. നിങ്ങൾ ഒരുപാട് സമയം 24 കണ്ടുവെങ്കിൽ അതൊരു ദുരന്തമായില്ലല്ലോ എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇനി പ്രധാനപ്പെട്ട വാർത്തകളുമായി 24 റൗണ്ടപ്പ് ആരംഭിക്കുന്നു. 24 റൗണ്ടപ്പുമായി നമുക്കൊപ്പം ആതിര ചേരുന്നു. ആതിര, ഗുഡ് മോർണിംഗ്. ഓവർ ടു യു. 24 റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സോളാർ കേസിലെ CBI അന്വേഷണത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ UDF. ഉമ്മൻചാണ്ടിയെ വേട്ടയാടുകയാണെന്ന് നേതാക്കൾ.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ആയുധമാക്കാൻ ഇടതുമുന്നണി. അന്വേഷണം ഏറ്റെടുക്കുമോ എന്നതിൽ CBI നിലപാട് നിർണായകം. ലൈഫ് മിഷൻ കേസിൽ CBI അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി ഉത്തരവിനെതിരെ സർക്കാർ സമർപ്പിച്ച അപ്പീൽ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. വിജിലൻസ് അന്വേഷണം തുടരാൻ അനുവദിക്കണമെന്നും CBI അന്വേഷണം റദ്ദാക്കണമെന്നും ആവശ്യം. FACRA ചട്ടലംഘനം ഉണ്ടായിട്ടില്ലെന്ന് ലൈഫ് മിഷൻ CEO. NCP ഉൾപാർട്ടി തർക്കങ്ങൾക്കിടെ മാണി സി കാപ്പൻ ഇന്ന് ശരത് പവാറിനെ കാണും. മുന്നണി മാറ്റത്തിൽ ഉടൻ തീരുമാനമെടുക്കണമെന്നാവശ്യപ്പെടും. UDFുമായി സഹകരിക്കാനുള്ള തീരുമാനം അറിയിച്ചേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് വേണമെന്ന് ആവർത്തിച്ച് RSP അധിക സീറ്റ് ആവശ്യപ്പെടുമെന്ന് ജേക്കബ് ഗ്രൂപ്പും. റിപ്പബ്ലിക് ദിനത്തിലെ ട്രാക്ടർ റാലി ഒരുക്കങ്ങൾ ഊർജിതമാക്കി കർഷക സംഘടനകൾ. ഡൽഹിയിലും അതിർത്തി മേഖലകളിലും സുരക്ഷ ശക്തമാക്കി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർ ഡൽഹി അതിർത്തിയിലേക്ക്. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ചൈനയുമായുള്ള ചർച്ചയിൽ സേനാ പിന്മാറ്റത്തിന് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ച ഇന്ത്യ. നിയന്ത്രണ മേഖലയിലെ നീക്കങ്ങളിൽ നിന്ന് ചൈന പിന്മാറണം. അരുണാചൽ പ്രദേശിലെ അനധികൃത നിർമ്മാണങ്ങളിൽ ഇന്ത്യക്ക് കടുത്ത അതൃപ്തി. അടുത്ത മാസം 10-ന് വീണ്ടും സൈനിക തല ചർച്ച. മുല്ലപ്പെരിയാർ കേസിൽ സുപ്രീം കോടതി നിയോഗിച്ച മേൽനോട്ട സമിതിക്കെതിരായ ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ. കാലഹരണപ്പെട്ട ഗേറ്റ് ഓപ്പറേഷൻ ഷെഡ്യൂളുകൾ മാറ്റണമെന്ന് കേരളം. സമിതിയുടെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ തൃപ്തിയെന്ന് തമിഴ്നാട്. FA കപ്പിൽ ലിവർപൂളിനെ മറികടന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. വിജയം 2-നെതിരെ 3 ഗോളിന്. ലാലിഗയിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനും ബാഴ്സലോണയ്ക്കും ജയം. സീരിയയിൽ വിജയം തുടർന്ന യുവന്റസ്. താങ്ക് യു ആതിര. 24 റൗണ്ടപ്പുമായി നമുക്കൊപ്പം ചേർന്നത് ആതിരയാണ്. ഈ ആതിരയുടെ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, കേരളത്തിലെ എല്ലാ ഘടകകക്ഷികളും ഇപ്പോൾ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ 140 സീറ്റുകൾ ഇനി കൂട്ടേണ്ടി വരുമോ? അങ്ങനെ ഒരു ആവശ്യം വരുമോ? അതും സാധ്യതയുണ്ട്. കാര്യം ഇത്രയധികം സീറ്റുകൾ ഇരു മുന്നണികളും എവിടെ നിന്ന് ഒപ്പിക്കും? വലിയ പ്രയാസമായിരിക്കും എന്തായാലും മുന്നണി നേതാക്കന്മാർക്ക്.